മൺട്രോലൈറ്റ് എന്ന് പറയാൻ കാര്യം ഇതൊരു വിളക്കുമരമാണ്. ആ വിളക്കുമരം സാധാരണ വിളക്കുമരം നമ്മൾ കടലിൻ്റെ തീരത്ത് വിളക്കുമരങ്ങൾ ഏറെ കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ ആലപ്പുഴ ചെന്നാലും പല സ്ഥലത്തും. കായലിൻ്റെ ഉള്ളിലായിട്ടൊരു വിളക്കുമരം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിളക്കുമരം. അപ്പോൾ ഈ വിളക്കുമരം സ്ഥാപിക്കപ്പെട്ട സ്ട്രെച്ചിൽ മണ്ണടിച്ച് ലെവൽ ചെയ്ത് നന്നായിട്ട് ഈ സൈഡ് 70-കൾക്ക് ശേഷമാണ്. അപ്പോൾ ഇത് പണ്ട് കരുതിയിരുന്നത് ഇത് മൺട്രോലൈറ്റ് എന്ന് പേരിട്ടിരിക്കുന്നത് മൺട്രോയാണ്, കേണൽ മൺട്രോയാണ് ഈ വിളക്കുമരം സ്ഥാപിച്ചതെന്നുള്ള നിലയ്ക്ക്. ഇത് 1820 15 മുതൽ 20 വരെയുള്ള ഏതോ കാലഘട്ടത്തിലാണ് എന്നുള്ളതായിരുന്നു ആദ്യത്തെ പലരുടെയും വിശ്വാസം. പക്ഷേ ഈ വിളക്കുമരങ്ങളെപ്പറ്റി പഠനം നടത്തുന്ന ഒരു പ്രസാദ് എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്, കോഴിക്കോടുകാരനാണ്. അദ്ദേഹമാണ്, ഇപ്പം ഞാനൊക്കെ ആദ്യം ഇതങ്ങനെ എഴുതിയിരുന്നത്, ആദ്യം ഈ വിളക്കുമരം മൺട്രോ സ്ഥാപിച്ച വിളക്കുമരം എന്ന് വെച്ചിട്ട് അദ്ദേഹം മൺട്രോലൈറ്റ് എന്നായതുകൊണ്ട് അങ്ങനെയാണ് എല്ലാവരും കരുതി വെച്ചിരുന്നത്. പക്ഷേ ഈ നമ്മുടെ ആർക്കൈവ്സ്, സ്റ്റേറ്റ് ആർക്കൈവ്സിലെ ഒരു രേഖ പ്രകാരം അതിനകത്ത് പറയുന്നത് വെച്ചാൽ ഈ കോട്ടയത്തും കൊല്ലത്തും ആലപ്പുഴയിലും 3 ലൈറ്റ് ഹൗസുകൾ പണയുന്നതിനെ കുറിച്ചിട്ട് അന്നത്തെ തിരുവിതാംകൂറിലെ ചീഫ് എഞ്ചിനീയർ ദിവാൻ എഴുതിയ കത്ത. അപ്പോൾ 1870 കാലത്ത് അന്നത്തെ ദിവാൻ മാധവറാവുവാണ്, സർ ടി മാധവറാവുവാണ്, നമ്മുടെ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ദിവാൻ. നമ്മുടെ സ്റ്റാച്യൂവിൽ അവിടെ നിൽപ്പുണ്ടല്ലോ, സ്റ്റാച്യു ആയിട്ട്. അപ്പോൾ അദ്ദേഹമാണ് ഇതിന് അനുമതി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പണി കഴിപ്പിച്ച 3 എണ്ണത്തിൽ അത് കൊല്ലത്തതിനെ പറ്റി നമുക്ക് അറിവില്ല, അങ്ങനെ ഒന്ന് പണി കഴിപ്പിച്ചോ അത് അവിടെ ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഈ 2 എണ്ണം നമുക്കറിയാം. ആലപ്പുഴയിൽ ഏതാണെന്ന് വെച്ചാൽ പുന്നമട കായലിലാണ്, അല്ല ആലപ്പുഴ പോർട്ടിലെ അല്ല, പുന്നമട കായലിൽ നമ്മളിപ്പോൾ കയാക്കിങ്ങിൻ്റെ ഒരു പരിശീലന കേന്ദ്രമൊക്കെ ആയിട്ടൊരു തുരുത്തുണ്ട്. പുന്നമട കായലിൻ്റെ, അതായത് കായലിലേക്ക് ഇച്ചിരി കയറി ഒരു തുരുത്ത്, ചെറിയൊരു തുരുത്തുണ്ട്. ആ തുരുത്തിനകത്ത് ഇതേ ഹൈറ്റിൽ തന്നെ ഒരുണ്ട്. പക്ഷേ അവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ ഇതിൻ്റെ ചുറ്റും നടത്തിയിരിക്കുന്നതുകൊണ്ട് അത് കാണാൻ വലിയ പാടാണ് ആ ഇത്. പക്ഷേ ഇത് മാത്രം വളരെ സ്വതന്ത്രമായിട്ട് ഈ പ്രദേശത്തേക്ക് ആരും ഒന്നും വരാത്തതുകൊണ്ടും ഈ പ്രദേശം ആരുടെയും ശ്രദ്ധയില്ലാതെ കിടക്കും. നമുക്കറിയാമല്ലോ, ആ വിളക്കുമരം മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു മനുഷ്യനിർമ്മാണം ആയിട്ട് ഇങ്ങനെ കാണുന്നത്. എല്ലാം ഇങ്ങനെ ദ്രവിച്ച് കിടക്കുന്നത്. ഞാനൊരു 10 വർഷം മുമ്പ് വരുമ്പോൾ ഈ അവസ്ഥയായിരുന്നില്ല. അപ്പോൾ ആ വിളക്കുമരം സ്ഥാപിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. അതായത് വേമ്പനാട്ട് കായലിന് ഏറ്റവും വീതി കൂടിയ സ്ഥലമാണ് ഇവിടെ. 16 കിലോമീറ്ററാണ് വേമ്പനാട്ട് കായലിന് ഇവിടെ കുറുകെ വീതി. അതായത് വേമ്പനാട്ട് കായലിൽ നമുക്കറിയാം, അതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ മാപ്പ് നോക്കുമ്പോൾ അറിയാം. കൊച്ചി മുതൽ ഇങ്ങോട്ട് നീണ്ടു വന്ന് വൈക്കം കായലും ഒക്കെ വന്ന് കുമരകത്ത് വന്ന് കുമരകം കഴിയുമ്പം, കുമരം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൊഞ്ചുമട അല്ലെങ്കിൽ മെത്രാങ്കായലൊക്കെ ഇരിക്കുന്ന അവിടം കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലേക്ക് കയറുകയാണ്. അത് ഉള്ളിലേക്ക് കയറി വലിയ വിസ്താരത്തിൽ ഈ കായൽ നിലങ്ങളും ഒക്കെ ആയി വിസ്താരത്തിൽ കിടക്കുന്നൊരു ജലാശയ ഭൂമിയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും കിഴക്കേ അറ്റം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ നദി നമ്മുടെ മീനച്ചിലാറും കൊടുവരാറും വന്ന് ചേരുന്ന ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ കിഴക്കേ അറ്റം കായലിൻ്റെ. അപ്പോൾ ഇതൊരു ത്രികോണ ഷേപ്പിലാണ് ഇവിടേക്ക് ഈ കായൽ കയറി വന്നിരിക്കുന്നത്. ഈ പഴുക്കാന്നല എന്ന് പറയുന്നൊരു ത്രികോണ ഷേപ്പിലുള്ള കായലാണ്. ആ ത്രികോണത്തിൻ്റെ മൂലയിലാണ് നമ്മൾ നിൽക്കുന്നത്, അതിൻ്റെ കോണിലാണ് നിൽക്കുന്നത്. ആ കോണിലാണ് ഈ നദി വന്ന് ചേരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ പടിഞ്ഞാറോട്ട് പുന്നമടയാണ്, ആലപ്പുഴയുടെ ബോട്ട് കെട്ടിയിരിക്കുന്നതിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറി പുന്നമട കായലിൻ്റെ ആ ഭാഗത്താണ് ഈ പറഞ്ഞ വിളക്കുമരവും. ഈ വിളക്കുമരവും 16 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കിഴക്ക് പടിഞ്ഞാറ് നേർരേഖയിലാണ്. ഇതിനിടയിലുള്ള ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഇപ്പോഴും ആ വാട്ടർ വേസ് അങ്ങനെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നിലനിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇരുവശത്തുമാണ് ഈ പറഞ്ഞ കായൽ നിലങ്ങൾ കുത്തിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും നേർക്ക് കാണാം. പക്ഷേ നമുക്കിവിടെ നോക്കിയാൽ കാണത്തില്ല, അത്രയും ദൂരം 16 കിലോമീറ്റർ ദൂരത്തിൽ. ബൈനോക്കുലർ ഉണ്ടായിരുന്നെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും, അത്രയും ദൂരത്തിലാണ്. അപ്പോൾ അവിടെ ലൈറ്റ് തെളിയുമ്പോൾ, ഇവിടുത്തെ ലൈറ്റ് തെളിയുമ്പോൾ പരസ്പരം ഈ 2 വിളക്കുമരങ്ങളും തമ്മിൽ കാണാൻ പറ്റും. ഇതിൻ്റെ ആവശ്യം എന്തായിരുന്നു വെച്ചാൽ, അന്നത്തെ കാലത്ത് ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കോട്ടയത്തു നിന്ന് ആലപ്പുഴയ്ക്ക് പോകാനായിട്ടുള്ള ബോട്ട് യാനിൽ നമ്മൾ രാവിലെ കണ്ടു. ആ ബോട്ട് യാനിൽ 1880 ദിവാൻ പേഷ്കാർ രാമറാവുവിൻ്റെ കാലത്താണ് വെട്ടിയുണ്ടാക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് എല്ലാ ജലയാത്രകളും, അന്ന് ബോട്ടായിരിക്കാം, അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ വലിയ കെട്ടുവള്ളങ്ങളും ചരക്ക് വള്ളങ്ങളും. ഇപ്പം 1760 ആലപ്പുഴ തുറമുഖം സ്ഥാപിക്കുന്നത്, രാജാ കേശവദാസിൻ്റെ കാലത്ത്. അപ്പോൾ ആലപ്പുഴ തുറമുഖം സ്ഥാപിക്കുമ്പോഴത്തേനും നമ്മുടെ കോട്ടയത്ത് നിന്നാണ് തുറമുഖത്തിലേക്ക് എല്ലാ സാധനങ്ങളും, കുരുമുളകും സ്പൈസസും പലതരത്തിലുള്ള സാധനങ്ങൾ കയറ്റി അയക്കാൻ, ആലപ്പുഴ തുറമുഖത്തു നിന്ന് കയറ്റി അയക്കുന്ന വസ്തുക്കളിൽ ഒരു നല്ലൊരു ശതമാനം കോട്ടയത്തു നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട് ആലപ്പുഴയിലേക്ക്. അതിൽ നല്ലൊരു ശതമാനം വരുന്ന കോട്ടയത്തു നിന്നാണ്. അതായത് കിഴക്കൻ പ്രദേശങ്ങൾ, കാഞ്ഞിരപ്പള്ളിയും കോട്ടയത്തിന് കിഴക്കുള്ള ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും ഒക്കെ വരുന്നത് കോട്ടയം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പഴയ ചന്തക്കടവിൽ നിന്ന് വലിയ കെട്ടുവള്ളങ്ങളിൽ കയറ്റി ആ കെട്ടുവള്ളങ്ങൾ തുഴഞ്ഞാണ് ഈ മാർഗം തുഴഞ്ഞു പോയിട്ടാണ് ആലപ്പുഴ എത്തുന്നത്. ഈ വഴി അല്ലാണ്ട് വേറൊരു വഴിയില്ല. അപ്പോൾ ഇങ്ങനെ പോകുമ്പം രാത്രി കാലങ്ങൾ, പകലാണെങ്കിൽ കുഴപ്പമില്ല, റൂട്ട് അറിയാം. രാത്രി കാലങ്ങളിൽ കായലിലൂടെ ആണെങ്കിൽ ഇവിടെ വന്ന് കയറണം. കൊടുവരാറ്റിൽ കയറിയാലേ കോട്ടയത്തിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കൊടുവരാറ്റിലേക്ക് കയറേണ്ട
അതിൻ്റെ പൊഴി എവിടെയാണ്, അതിൻ്റെ വാമുഖം എവിടെയാണെന്ന് ഈ വരുന്നവർക്ക് രാത്രി തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വിളക്കുമരം ഉണ്ടാവണം. അപ്പോൾ ഇവിടെ നിന്നുള്ളവർ ആലപ്പുഴയിലേക്ക് പോകണമെങ്കിലും അവിടുത്തെ വിളക്കുമരം കാണണം. വൈകിട്ട് ഇവിടുന്ന് അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോഴും അവിടുന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോഴും ഈ 2 വിളക്കുമരങ്ങളാണ് ഈ 2 സ്ഥലങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. അപ്പോൾ അത് വള്ളങ്ങൾക്ക് മാത്രമല്ല, പിൽക്കാലത്ത് ബോട്ടുകൾ, പിന്നെ ഈ ബോട്ട് സർവീസ് എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് നിന്നുള്ള ബോട്ട് സർവീസ് ഈ ആലപ്പുഴയ്ക്കുള്ളത് മറ്റേത് പെട്ടിയപ്പോൾ അങ്ങനെ ആയെങ്കിലും അതിനു മുമ്പ് ഇങ്ങനെയായിരുന്നു. അതിന് ശേഷം നമ്മളെ ഈ കുട്ടനാട്ടിലേക്കുള്ള ബോട്ട്, ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ബോട്ട് എൻ്റെ ഓർമ്മയിലൊരു 10-40 വർഷങ്ങൾക്ക് മുമ്പ് വരെ ബോട്ട് സർവീസ് ഉണ്ട്. ആ ബോട്ട് സർവീസ് ചെങ്ങന്നൂർ, കായംകുളം, കൊല്ലത്തിന് ബോട്ടുണ്ട് കോട്ടയത്ത് നിന്ന്. കൊല്ലത്തിന് ബോട്ട്, ചെങ്ങന്നൂരിന് ബോട്ട്, കായംകുളത്തിന് ബോട്ട്, പിന്നെ കുട്ടനാട്ടിലെ കാവാലത്തേക്കും പിന്നെ ചമ്പക്കുളത്തിനും അങ്ങനെ കുട്ടനാട്ടിലെ ഓരോ സ്ഥലങ്ങളിലേക്കും ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബോട്ടുകളെല്ലാം കടന്നു പോകുന്ന ഇതുവഴിയായിരുന്നു. ആ ബോട്ടുകൾ കടന്നു പോവുകയും വരികയും ചെയ്യുന്നതിന് ഈ ലൈറ്റ് ഹൗസ് ആയിരുന്നു അന്ന് അതിൻ്റെ ആവശ്യം. അപ്പോൾ ഈ ബോട്ട് സർവീസൊക്കെ നിന്ന് പോയതോടുകൂടി ഈ ലൈറ്റ് ഹൗസിൻ്റെ ആവശ്യമില്ലാതായി. അതോടുകൂടി ഇത് കത്തിക്കാതായി. ഇതിൻ്റെ മേളിലൊരു ആദ്യം മണ്ണെണ്ണ വിളക്കൊക്കെ വെച്ച് കത്തിക്കുന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറെന്തോ ഒരു വസ്തുവായിരുന്നു, ഒരു കെമിക്കൽ സാധനമാണ്. അതായിരുന്നു കത്തിച്ചുകൊണ്ടിരുന്നത്. മറന്നുപോയി എൻ്റെ പേര്. ഇപ്പം ലിഥിയം അങ്ങനെ എന്തോ ഒരു പ്രോപ്പർട്ടി അത് മറന്നുപോയി. അതാ പ്രസാദ് സാറ് പറഞ്ഞത്, വിളക്കുമരത്തെ പറ്റി അറിയാവുന്ന ഒരാളാണ്. അതിന് ശേഷം ഇത് പോയി കഴിഞ്ഞ് ഇത് വർഷങ്ങളോളം കടന്നു. ഈ വിളക്കുമരത്തെക്കുറിച്ചിട്ട് നമ്മൾ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ എഴുതി. ഞങ്ങൾ ആദ്യത്തെ ഈ മീനച്ചിൽ നദീ യാത്ര എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഈ മൈനച്ചിൽ റിവർ റെജുവിനേഷൻ ക്യാമ്പയിൻ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് 2014 നടത്തി. അന്നേരം ഇവിടെ വന്നതിൻ്റെ ചിത്രങ്ങൾ ഞങ്ങൾ കൂടി നിൽക്കുന്നതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ പത്രത്തിലിട്ടു. അതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ ഇപ്പോഴത്തെ സ്പീക്കർ, കോട്ടയത്തെ MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത് ഏറ്റെടുത്ത് ഇവിടെ പൂന്തോട്ടമാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇതുവരെ ഇപ്പോൾ കാണുന്ന പൂന്തോട്ടമാണ് ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഈ സ്ഥലം ഏതാണ്ട് 12 സെൻറ്റ് സ്ഥലം കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ വകയാണ് ഈ സ്ഥലം, ഈ പ്രോപ്പർട്ടി. ഈ ലൈറ്റ് ഹൗസ് നിരന്തരമായി നമ്മൾ എഴുതുകയും പിന്നെ ഈ നമ്മുടെ കോട്ടയം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഡീപ്പനിങ് പരിപാടികളും ഇതൊക്കെ ഇടയ്ക്ക് നടത്തിയിരുന്നു. അപ്പോൾ ഇൻലാൻഡ് വാട്ടർവേസിൻ്റെ ഒരു ശ്രദ്ധ ഇവിടേക്കും കൂടെ വന്നു, ഈ പോർട്ട് വന്നതുകൊണ്ട്. അപ്പം ഈ കേരളത്തിലെ ഈ ലൈറ്റ് ഹൗസുകൾ മുഴുവൻ ഈ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അതിൽ ഇത് ഉൾപ്പെടുത്തി അതിൻ്റെ ഭാഗമായിട്ട് ദ്രവിച്ച് നിന്നിരുന്നത്, അതായത് ദ്രവിച്ചിട്ടില്ല എങ്കിൽ പോലും തുരുമ്പടിച്ചൊക്കെ ഇങ്ങനെ അതായത് ഉപയോഗിക്കാൻ കഴിയാത്ത രീതി കിടന്നത് അവർ ഏറ്റെടുത്ത് മെയിൻ്റെനൻസ് നടത്തി, അതിന് പെയിൻറ്റിങ് ഒക്കെ നടത്തി. അതൊരു 5-6 വർഷമായി. അതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെയുള്ളത്. അതിന് മുമ്പ് ഇത് ആർക്കും അതിനകത്ത് വന്ന് കയറിയിരിക്കാം. അതിനകത്തൊക്കെ കള്ളും കുപ്പിയൊക്കെ ആയിരുന്നു. ഇതിനകത്ത് ഞങ്ങൾ വരുമ്പോൾ ഇത് തുറന്നു കിടക്കുക. അപ്പോൾ പിൻവശം ഇതിൻ്റെ ഉള്ളിൽ കൂടെ മേളിൽ കയറായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം പുറത്തു നിന്ന് പൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ ഇപ്പം അതിന് ശേഷം ഇത് അതിനേക്കാളും പിന്നെ എന്താ പറയുക, ശോചനീയമായ അവസ്ഥയിലാണ്. കാരണം ഈ ചപ്പെല്ലാം കൂടെ ഇവിടെ കൂടിക്കിടക്കുന്ന ചപ്പെല്ലാം ഇവിടെ വാരിയിട്ടു. അപ്പോൾ ഇത് വലിയ തോതിൽ ഇവിടുത്തെ ഒരു ടൂറിസത്തിൻ്റെ വലിയ സാധ്യതയുള്ളതാണ്. ഈ കായൽ ഇവിടെ ആൾക്കാരെ ഇവിടെ എത്തിക്കാൻ വഴിയില്ല. അപ്പോൾ ബോട്ട് വഴി നമുക്കിപ്പോൾ വന്ന പോലെ ആ ബോട്ട് സർവീസിന് പ്രാധാന്യം കൊടുക്കാം. പക്ഷേ കിഴക്കൂന്ന് വഴി, ഇതിന് കിഴക്ക് വശം എന്ന് പറയുന്നത് ശ്രാമ്പിക്കടവെന്ന് പറയും.